തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സുപ്രീം കോടതി. തമിഴ്നാട് സർക്കാരിന്റെ സൗജന്യ വിതരണ നയത്തെ ചോദ്യം ചെയ്ത കോടതി ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ലവ് ജിഹാദ് കെട്ടുകഥയല്ലെന്നും ഹമാസ് ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ലെന്നും BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലെങ്കിൽ കേരള സ്റ്റോറി സിനിമ കാണേണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. കേരള സ്റ്റോറി നുണക്കഥയാണെന്നും അതിനു പിന്നിൽ സംഘപരിവാർ അജണ്ടയെന്നും KC വേണുഗോപാൽ. സിനിമയുടെ 1-ാം ഭാഗം തള്ളിക്കളഞ്ഞതുപോലെ 2-ാം ഭാഗവും തള്ളിക്കളയുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയുടെ പുറത്തുനിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പക്കലുള്ള തിരുവല്ല സീറ്റ് കോൺഗ്രസിന് നൽകണമെന്നും നേതാക്കൾ. CPM സൈബർ ടീമിൽ പൊട്ടിത്തെറി. MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയ നിലപാടുകളിൽ അതൃപ്തി രേഖപ്പെടുത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകർ CPM സൈബർ ടീം വിട്ടു. അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുമെന്ന് സൂചന. 2020 സ്ഥാനാർത്ഥിയായാണ് അഖിൽ മാരാർ മത്സരിക്കുക. KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് PK ശശി. UDFുമായുള്ള ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജിയെന്ന സംശയം. ഇറാനെ ആക്രമിക്കാനുള്ള US നീക്കം തീക്കളിയാണെന്ന മുന്നറിയിപ്പുമായി റഷ്യ. കേരള നിയമസഭ അംഗീകാരം നൽകിയ നേറ്റിവിറ്റി കാർഡിനെ എതിർത്ത കോൺഗ്രസ്. കാർഡ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുൻ മന്ത്രി KC ജോസഫ്. SIR മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്കയകറ്റാനാണ് നേറ്റിവിറ്റി കാർഡ് എന്ന സംസ്ഥാന സർക്കാർ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ന്യൂനമർദ്ദവും ന്യൂനമർദ്ദ പാത്തിയും ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. SITക്ക് തിരിച്ചടിയായി തന്ത്രിയുടെ ജാമ്യം. തെളിവിന്റെ ഒരു കണിക പോലും ഹാജരാക്കിയില്ലെന്ന കൊല്ലം വിജിലൻസ് കോടതി. വിജയെ നേരിടാൻ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ പാർട്ടിയായ DMDKയെ കൂടെ കൂട്ടി സ്റ്റാലിൻ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസിനെ സ്ഥലം മാറ്റി. ഇനി ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി